അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് IKEA ഓൺലൈൻ വഴി കുറച്ച് സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെട്ടി പൊട്ടിക്കലാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് കുറേ ഫാൾട്ടുകളൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതും കൂടി ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായി ഞാൻ പുറത്തൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മോളിങ്ങനെ എടുത്ത് തരുന്നുണ്ട്, ഞാനിതിങ്ങനെ പുറത്തൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇത് നമ്മുടെ പിക്ചറിൽ കണ്ട അതേ സെയിം തന്നെയാണ്, പക്ഷേ വലിപ്പം ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് വലുതായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നതും, അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതും അങ്ങനെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത് കുറച്ച് ചെറുതായിരുന്നു കേട്ടോ. സ്പൂണൊക്കെ വെക്കുമ്പോൾ അത്രയും വലിപ്പം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു സ്പാച്ചിലാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. നമുക്കിങ്ങനെ വീട്ടിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ഹാങ് ചെയ്ത് വെക്കാം, കിച്ചണിനകത്തൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് കേട്ടോ. അത്ര റേറ്റൊന്നുമില്ല, കുറഞ്ഞ റേറ്റിനാണ് കേട്ടോ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് സ്പൂണും അതുപോലെ നൈഫും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു പാത്രമാണ് കേട്ടോ. സ്റ്റീലിലാണ് വരുന്നത്. പിന്നെ ഇത് ബൗളാണ് കേട്ടോ. ഈ ഒരു ബൗള് ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ നല്ല വലിപ്പമുണ്ടായിരുന്നു, ഇവിടെ വന്നപ്പോൾ കുഞ്ഞതായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇത് പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് പിക്ചറിൽ കണ്ടപ്പോൾ നല്ല വലിപ്പം തോന്നിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു പേപ്പറിൻ്റെ ആ ഒരു സ്ട്രക്ചറിലാണ് കേട്ടോ വരുന്നതും. പിന്നെ കുഞ്ഞതായിരുന്നു. പിന്നെ ഇത് നമ്മുടെ പീലറാണ്. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ പിക്ചർ നോക്കിയപ്പോൾ എനിക്ക് കണ്ട പോലെയല്ല, ഇവിടെ വന്നപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. IKEA അറിയാലോ, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. ഈ ഒരു ബൗളുണ്ടല്ലോ, ഇത് ഞാൻ പിക്ചറിൽ കണ്ടപ്പോൾ എത്രയും വലിപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല വലിപ്പമുണ്ടായിരുന്നു. നമുക്ക് കറിയൊന്നും വിളമ്പുന്ന ആ ഒരു വലിപ്പമല്ല, ചോറൊക്കെ വെക്കാനുള്ള അത്രയും വലിപ്പമുണ്ടായിരുന്നു കേട്ടോ. ചോറ് വെക്കല്ല, ചോറ് നമുക്ക് സെർവ് ചെയ്യാനുള്ള അത്രയും വലിപ്പമുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇത് നമുക്ക് ബാത്റൂമിനകത്തും കിച്ചണിനകത്തൊക്കെ ഹാങ് ചെയ്ത് വെക്കാം. നമ്മുടെ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് നല്ല യൂസാണ്. ഇത് ഞാൻ നാട്ടിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഹോം ടൂറൊക്കെ കാണിച്ചപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടുന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ. അപ്പോൾ IKEA കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ഉപകാരമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അത് ഞാൻ ഫിക്സ് ചെയ്യുന്നതും കൂടി ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ഇതുപോലെ സ്റ്റീലിൽ വൈറ്റ് കോട്ടിങ് കൊടുത്ത് നല്ലൊരു സ്ട്രെയിനറാണ്. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. നല്ല സൂപ്പർ സാധനം കേട്ടോ, കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, അല്ലാതെ അവരുടെ പ്രോബ്ലം കൊണ്ടല്ല. കാരണം ഞാൻ നോക്കാതെ ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ പറ്റിയത്. പിന്നെ ഞാൻ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പാക്കിങ്ങും ആയിരുന്നു, ഒന്നും ഒരു കംപ്ലൈൻറ്റും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത് വന്നിട്ട് ഒരു ഗ്ലാസിൻ്റെ ജാറാണ്. ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് പ്ലാന്റ്സ് എല്ലാം വെക്കാം. അതല്ലാതെ വേറെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വീട്ടിനകത്ത് മേക്ക് ഓവർ ചെയ്യാനുള്ള നല്ലൊരു ഗ്ലാസിൻ്റെ ജാറാണ്. ഇതും ഞാൻ IKEA വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ ഞാൻ മണി പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാന്നുള്ള ഒരു രീതി വാങ്ങിച്ചതാണ്. ഇവരുടെ പാക്കിങ് നല്ല പാക്കിംഗ് ആണ് കേട്ടോ. ഒന്നും ഒരു കംപ്ലൈൻറ്റും വന്നിട്ടുണ്ടായിരുന്നില്ല. നല്ല പാക്കിംഗ് ആയിരുന്നു കേട്ടോ. ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, അത് നല്ല കവർ ചെയ്തിട്ടാണ് കേട്ടോ അവർ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. അടുത്തത് വന്നിട്ട് ഇതുപോലുള്ള 4 മഗ്ഗാണ് കേട്ടോ. ഇതിങ്ങനെ നമുക്ക് ചായയും കാപ്പിയൊക്കെ കുടിക്കാനും സൂപ്പറാണ് കേട്ടോ. നല്ല രസമാണ് കാണാനും. ഇത് 2 ലൈറ്റ് ബ്ലൂ ഉണ്ട്, 2 ഡാർക്ക് ബ്ലൂ ഉണ്ട്. നല്ല കാണാനും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റാണ്. ഇതിനധികം റേറ്റ് ഒന്നുമില്ല. ഒറ്റ പീസിന് വരുന്നത് 3 dirhams ഒക്കെ ഉള്ളൂ. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ എനിക്ക് നാട്ടിലുണ്ട്, അവിടെ ഒരു 6 പീസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു മഗ്ഗാണ് കേട്ടോ അത്. അടുത്തത് അതുപോലെ ഗോൾഡൻ കളറിൽ വരുന്ന ഒരു കുഞ്ഞി പോട്ട്. അപ്പം ഞാൻ ഈ ഒരു പ്ലാന്റ് എടുത്തിട്ട് ഇതിനകത്തേക്ക് വെച്ചു. ഇത് അല്ലാതെ വെക്കുമ്പോൾ ഇങ്ങനെ ശരിക്കും ഇരിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് വെക്കുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അടുത്തത് ഒരു ഫ്രൈ പാൻ്റെ സെറ്റാണ് കേട്ടോ. 2 എണ്ണം വന്നിട്ടുള്ളത്, ഒരു കുഞ്ഞതും ഒരു മീഡിയം വലിപ്പമുള്ളതും. നല്ല ക്വാളിറ്റി ഉള്ള 2 ഫ്രൈ പാനാണ് കേട്ടോ. അധികം പ്രൈസൊന്നുമില്ല, ഓഫർ പ്രൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിൻ്റെ ഹാൻഡിലെല്ലാം കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫിക്സ് ചെയ്യും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് ലാസ്റ്റ്. അടുത്തത് സിപ്പ് ലോക്ക് ബാഗ് ഉണ്ടല്ലോ, അതാണ്. നല്ല ഉപകാരമുള്ളൊരു സാധനമാണ് കേട്ടോ. എനിക്ക് എപ്പോഴും നല്ല യൂസ് ആയിട്ടുള്ളതാണിത്.
ഇത് ഞാൻ സെലക്ട് ചെയ്തപ്പോൾ 2 പാക്കറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ വന്നപ്പോൾ 6 പാക്കറ്റ്സ് ഉണ്ട്. നല്ല ഓഫറായിട്ട് എനിക്ക് നല്ല യൂസ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. കുറഞ്ഞ റേറ്റിനാണ് ഇത്രയും പാക്കറ്റ്സ് കിട്ടിയിട്ടുള്ളത്. ഫ്രിഡ്ജിനകത്ത് നമുക്ക് മീനായാലും ചിക്കനായാലും അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണിത്. അങ്ങനെ നമ്മുടെ പെട്ടി ഇതാ കാലിയായിട്ടുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ഒരു ഗ്ലാസിൻ്റെ ബോക്സും കൂടി ഉണ്ട് കേട്ടോ. ഇത് നോർമൽ നമുക്ക് ചായ കുടിക്കാനും വെള്ളം കുടിക്കാനൊക്കെ ഉള്ള പ്ലെയിൻ ആയിട്ടുള്ള ഒരു 6 പീസിൻ്റെ ഗ്ലാസിൻ്റെ സെറ്റാണ് കേട്ടോ. ഇത് നല്ല ഓഫറിലാണ് കേട്ടോ വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസ് ആയിരുന്നു. അപ്പോൾ ഞാൻ 6 വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ചിലതൊക്കെ ഞാൻ വിചാരിച്ചതിലും വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ക്വാളിറ്റി ഉള്ള സാധനമാണ്. അതുപോലെ നല്ല ഓഫർ പ്രൈസിലാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് ഓരോന്നോരോന്ന് ഫിക്സ് ചെയ്യുന്നതായിട്ടും കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ബാത്റൂമിനകത്തും അതുപോലെ കിച്ചണിനകത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഇത് ഫിക്സ് ചെയ്യുന്നതും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്ര പണിയൊന്നുമില്ല. ഈ ഒരു ഹാൻഡിലുണ്ടല്ലോ, ഇത് കറക്റ്റ് നമ്മൾ എവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടത് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ സൈഡിൽ ലോക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എവിടെയാണ് വെക്കുന്നത് അവിടെ നന്നായിട്ടൊന്ന് തുടച്ച് കൊടുത്തിട്ട്, നനവ് പാടില്ല കേട്ടോ, ഡ്രൈ ആയിട്ടിരിക്കണം, അവിടെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല ഫിക്സ് ആയിട്ടിരിക്കും കേട്ടോ. വെയിറ്റ് വരുമ്പോഴൊന്നും ഇത് താഴേക്ക് ചാടുന്നൊന്നുമില്ല. പിന്നെ ആ ഒരു ഭാഗത്തുണ്ടല്ലോ അവിടെ വെള്ളം തട്ടിക്കരുത് കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ഇങ്ങോട്ട് കൊഴിഞ്ഞു വീഴും. പിന്നെ അത് വീണാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ തന്നെ ഒട്ടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിതിപ്പോൾ കിച്ചണിനകത്താണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്കിതുപോലെ നമ്മുടെ ലിക്വിഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇറക്കി വെക്കാന്നുള്ള ആ ഒരു രീതിയിൽ ഇവിടെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇത് ബാത്റൂമിനകത്ത് വെച്ചാലും നല്ല യൂസാണ് കേട്ടോ. ഞാൻ ഒന്ന് ബാത്റൂമിനകത്തും വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്തത് ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ഇതുപോലെ നമ്മുടെ കിച്ചണിനകത്ത് വെക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അതിങ്ങനെ ഹാങ് ചെയ്തിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അടുത്തത് നമ്മുടെ സ്പൂണും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള അതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വലിയ സ്പൂൺ വെച്ചപ്പോൾ ഇതിനകത്ത് ഒരുപാട് വലിപ്പം തോന്നിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു സ്പൂണൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ കിച്ചണിനകത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? ചെറിയ ചെറിയ രീതിയിലുള്ള മേക്ക് ഓവറാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആ ഒരു ഫ്രൈ പാൻ ഉണ്ടല്ലോ, അതിൻ്റെ ഹാൻഡിലൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചെറുതാണ് കേട്ടോ. ഇതിപ്പോൾ വീഡിയോയിൽ കാണുന്നില്ല, അത്രയും വലിപ്പമില്ലാന്ന് തോന്നുന്നു. ഒരു എഗ്ഗൊക്കെ നമ്മൾ ബുൾസൈയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് ലെവലിലാണ് കേട്ടോ, കറക്റ്റ് വലിപ്പമാണ് കേട്ടോ ആ ഒരു ഫ്രൈ പാന്. പിന്നെ അതിൻ്റെ ഒരു മീഡിയം വലിപ്പമുള്ള ഫ്രൈ പാൻ, അങ്ങനെ 2 ഒരു സെറ്റാണ്. നല്ല ഓഫറിലാണ് കേട്ടോ അത് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഈ ഒരു ഗ്ലാസിൻ്റെ ജാറുണ്ടല്ലോ, അതിനകത്തേക്ക് ഞാൻ ഈ ഒരു ഡ്രൈ ഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വേറൊരു പാത്രത്തിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പാത്രം വീണ് പൊട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് നിറച്ച് വെക്കാമെന്ന്. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് മണി പ്ലാന്റ്സ് ഒന്നിനകത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ വെക്കണ്ടെന്ന് വിചാരിച്ചു ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ തൽക്കാലം നമ്മൾ വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നുന്നില്ല. പിന്നെ അടുത്തത് നമ്മുടെ സിബ്ലാക്ക് ബാഗ് ഉണ്ടല്ലോ, അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് 2 കളറിലാണ് കേട്ടോ വന്നിട്ടുള്ള, ഒരു ബ്ലാക്ക് കളറിലും ഒരു യെല്ലോ കളറിലും. ഒന്ന് 1 ലിറ്ററിൻ്റെ ആ ഒരു വലിപ്പത്തിലാണ് വന്നിട്ടുള്ളത്, ഒന്ന് അതിൻ്റെ ഒരു ഹാഫായിട്ട് വരും കേട്ടോ. അപ്പോൾ അതുപോലെ മീനെല്ലാം ഓരോ ദിവസത്തേക്കുള്ളത് ഞാനിതുപോലെ ബാഗിലാക്കിയിട്ട് വെക്കാറാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം നമുക്കിതെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടാൽ മതിയല്ലോ. ഇവിടെ ഒരാഴ്ചക്ക് അല്ലെങ്കിൽ ഒരു 4 ദിവസത്തേക്കുള്ള മീനൊക്കെ അങ്ങനെ കൊണ്ടുവരാറാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇട്ട് വെക്കാറാണ്. അതുപോലെ നമ്മുടെ വെജിറ്റബിൾസ് ആണെങ്കിലും പിന്നെ ഇലകളൊക്കെ ആണെങ്കിലും ഇതിനകത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വലിപ്പമാണ് കേട്ടോ ഒരു യെല്ലോ കളറിലുള്ള ബാഗ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് 2 പാക്കാണെന്നാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ 6 പാക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ എത്ര കിട്ടിയാലും നമുക്ക് ഉപകാരമുള്ളൊരു സാധനം തന്നെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. IKEA നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതെല്ലാം നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്, നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ IKEA യിലുള്ളതെല്ലാം.
അപ്പോൾ ഓൺലൈനിൽ വാങ്ങിക്കുന്നവരുണ്ടെങ്കിലും അതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കമൻറ്റും കൂടി ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.